ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഒരു ബ്രൈറ്റ് ടു ബി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റിന് ഞാൻ ആലോവേര ജെല്ലാണ്, മോയ്സ്ചറൈസറൊന്നും ഇല്ല, അതുകൊണ്ട് ബേസായിട്ട് ഞാൻ ആലോവേര ജെല്ലാണ് യൂസ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീക്ക സൺസ്ക്രീം, ഞാൻ റീസെൻ്റ്ലിയാണ് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. നെക്സ്റ്റ് ഇൻസൈറ്റിൻ്റെ കൺസീലർ പാലറ്റാണ്. അടിപൊളി പാലറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കൺസീലർ പാലറ്റ് വെച്ചിട്ട് ഞാൻ ഡാർക്ക് സർക്കിൾസ് ഉള്ളിടത്തൊക്കെ അത് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഫൗണ്ടേഷനാണ്. എനിക്ക് കുറേ കോംപ്ലിമെൻറ്റ് കിട്ടിയൊരു ഫൗണ്ടേഷനാണ്, ഭയങ്കര ഗ്ലോ ആണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേ മാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഐബ്രോ ആണ്. ഞാൻ ഐബ്രോ ജസ്റ്റ് കോംബ് മാത്രമാണ് ചെയ്യാറ്, ഫില്ല് ചെയ്യാറില്ല. എനിക്കിങ്ങനെയാണ് ഇഷ്ടം. അങ്ങനെ ഐബ്രോ ജസ്റ്റ് കോംബ് ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഐ മേക്കപ്പാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പൗഡർ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഐ മേക്കപ്പ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആവും. അപ്പോൾ ഫസ്റ്റ് കുറച്ച് റോസ് ഷെയ്ഡൊക്കെ എടുത്ത് പിന്നെ കുറച്ച് ഗ്ലിറ്റേഴ്സൊക്കെ ഇട്ട് നമ്മുടെ ഐ മേക്കപ്പ് ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് നമ്മുടെ മെയിൻ പാർട്ടായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു റെഡ് ഷെയ്ഡ് എടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാറ്റ് മ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്തപ്പോൾ നല്ലൊരു അടിപൊളി ഷെയ്ഡായി. അപ്പോൾ ആക്സസറീസൊക്കെ ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.